എഴുന്നേറ്റോ? ഇന്നെന്താ നേരത്തെ എഴുന്നേറ്റത്? സ്കൂളിൽ പോകാനില്ലാത്തോണ്ടാണോ നേരത്തെ എഴുന്നേറ്റത്? കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങാറുന്നില്ലേ നിനക്ക്? നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വന്നത്? എന്തായാലും സ്കൂളിൽ പോകണ്ട. പിന്നെന്താ കുഴപ്പം? എന്താ ഒന്നും മിണ്ടാത്ത നീ? ചായ തരാട്ട അമ്മ. അപ്പൂ അപ്പൂ മോനെന്താ ഇങ്ങനെ നോക്കണേ? എന്താ അപ്പോ? എന്താ മോനെ നീ ഇങ്ങനെ നോക്കണേ? മോനെ അപ്പോ എന്താ മോനെന്താ വേണ്ടേ? എന്റെ വള എവിടെ എന്തു? അപ്പൂന് ഇങ്ങനെ ഉണ്ടായിട്ട് നീ ഇപ്പഴാണോ ഇതറിയണത്? അത് അപ്പു ആയിരുന്നില്ല ശ്രീജെ. നിനക്ക് ഞാൻ പറയണ മനസ്സിലാവണില്ലേ? അപ്പുനോട് ഇങ്ങനെ ആയപ്പോഴാ എന്റെ പേടി കൂടിയത്. ഇതാദ്യായിട്ടല്ല. പിന്നെ ഇതാദ്യമായിട്ടല്ലെങ്കിൽ വിശ്വേട്ടാ, എന്തുവാ? എന്താ വേണ്ടത്? ഇതിനകത്തുള്ള സാധനങ്ങൾ എടുത്തോ. തക്കാളി, സവാള, എന്റെ വള എവിടെ എന്തു? എന്തോ 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 സാധനങ്ങൾ വേണ്ടേ? ചേച്ചി സമയം എന്താ ചേച്ചി? എന്റെ കയ്യില് ഫോണില്ല, അതുകൊണ്ടാ. സമയം 11 ആവുന്നേ ഉള്ളൂ. എന്റെ വള എവിടെ എന്തു? ഗ്യാസ് ഊറ്റി വെക്കാൻ വന്നവൻ, മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാനിന്റെ ഡ്രൈവർ, എന്തിനെ TV-യിൽ സിനിമ കാണുമ്പോൾ വരെ അതിലെ നടി വരെ എന്നോട് ചോദിക്കുക വള എവിടെ എന്തോന്ന്. എല്ലാത്തിനും സുജാത ചേച്ചിയുടെ ശബ്ദം. എനിക്ക് പേടിയാവാ ശ്രീജെ. ഞാൻ കാരണം എന്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. നീ മരിച്ചു ചേച്ചിരാണോ ഈ പറയണത്? അപ്പൊ ആ വള നീ ഇതുവരെ കൊടുത്തില്ലേ? ദൈവമേ, അവരെ കൈ കിടന്ന് ആകെ ഉണ്ടായിരുന്നൊരു വളയല്ലേ നീ ആ ഊരി എടുത്തോണ്ട് പോകുന്നത്? അവര് മരിച്ചെന്നും കരുതി നീ അത് കൊടുക്കാണ്ടിരിക്കണ ചെയ്യണത്. ഞാൻ ഉണ്ടായിട്ട് കൊടുക്കാത്തതല്ല. അന്നത്തെ അവസ്ഥയിൽ ഞാൻ വാങ്ങിപ്പോയതാ. തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. നിനക്കറിയോ, മരിക്കുന്ന അന്ന് രാവിലെ അവരെനിക്ക് അവസാനമായി വാട്സപ്പിൽ അയച്ച മെസ്സേജാണിത്. എന്റെ വള എവിടെ എന്തു? എത്ര ദിവസമായി ഞാൻ ചോദിക്കണം. അന്ന് കയ്യിൽ നിന്ന് ഊരിയെടുത്തപ്പോൾ ഞാൻ തടയാതിരുന്നതിന് നീ എന്നെ ശിക്ഷിക്കുകയാണോ? വിളിച്ചാലും എടുക്കണില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണം? കേട്ടോ, ഇതിലാദ്യത്തെ ചോദ്യ അപ്പോ അടക്കം എല്ലാവരുടെയും സുജാത ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കണേ. അവർക്ക് അമ്മയും മോനൊക്കെ ഉള്ളതല്ലേ? അവര് നിന്നോട് ചോദിക്കാൻ വന്നിട്ടില്ലേ ഇതുവരെ ആയിട്ടും? ഇല്ല, അവർക്കറിയാം. പക്ഷേ അവരിതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പ നീ അവരെ നല്ല മനസ്സിലാ മുതലെടുത്ത് അല്ലേ എന്തു? അതെ, മനുഷ്യർക്കേ മറയുള്ളൂ, ആത്മാക്കൾക്ക് അതില്ല കേട്ടോ. ശരിയാ, അതിപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീജയ്. എൻ്റെ അപ്പൂന് എന്തെങ്കിലും പറ്റും മുമ്പേ എനിക്കത് തിരിച്ചു കൊടുക്കണം.
നിനക്കൊന്ന് എന്നെ സഹായിക്കാൻ പറ്റുമോ? വളരെ വൈകിയെന്നറിയാം, നിവർത്തിയില്ല എന്നിട്ട്. എടി നീ ആ വള തന്നെയല്ലേ കൊടുത്തത്? അതെ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനൊന്ന് ഉറപ്പിച്ചതാണ്. എനിക്ക് ഉറപ്പാ. ഇന്ദു